എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമുക്ക് ഇന്നൊരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ കാണാം. ഈ ഒരു ബീഡ്സ് ബ്രേസ്ലെറ്റ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളത് നോക്കാട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതിന് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളത് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് 4mm തിക്നെസ് വരുന്ന ഗ്ലാസ് ബീഡ്സ് ആണ് വേണ്ടത്. ഇത് വന്നിട്ട് ഇതിൽ നമ്മൾ ബ്ലാക്ക് കളർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 2mm വരുന്ന ഗോൾഡൻ ഷുഗർ ബീഡ്സും അതേപോലെ തന്നെ 3mm വരുന്ന വൈറ്റ് ഗ്ലാസ് ബീഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഐറ്റംസ് ആണിത്. ഈ എല്ലാ ഐറ്റംസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ്. ഇതാണ് ജം റിങ്സ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. പിന്നെ വേണ്ടത് ലോബ്സ്റ്റർ ക്ലാപ്സ്, അതായത് നമ്മളെ ചെയിൻ്റെ ഒക്കെ കൊളുത്ത്. പിന്നെ വരുന്നതാണ് കണക്ടർ. ഇത് നമ്മൾ ചെയിനും ഹുക്കും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഐറ്റംസിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് നമുക്ക് ചെയ്യാം. പിന്നെ വരുന്നതാണ് ബീഡിങ് ത്രെഡ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 2mmന്റെയും അതേപോലെ തന്നെ 5mmന്റെയും ത്രെഡ് ആണുള്ളത്. അപ്പോൾ ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ 5mmന്റെ ത്രെഡ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഏതെങ്കിലും ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബീഡ് എടുത്തിട്ട് ഈ ത്രെഡിൻ്റെ 2 അറ്റം ഇതേപോലെ അതിനകത്ത് കൂടെ കയറ്റിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ബീഡ് വന്നിട്ട് ലോക്കായിട്ട് കിട്ടും. ഇനി ഈ ബീഡിലാണ് നമ്മൾ കണക്ടർ യൂസ് ചെയ്ത് അതേപോലെ തന്നെ ചെയിൻ ആയാലും കൊളുത്തായാലും ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കണക്ടർ എടുത്തിട്ട് ബീഡിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കണക്ടറിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ജം റിങ്സ് ഇട്ട് കൊടുത്തിട്ട് ക്ലാപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയിൻ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് വേണ്ടിയിട്ട് ഗോൾഡൻ ബീഡാണ്. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബീഡ്സ് കോർത്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കണം. ആദ്യം ബീഡ് എടുത്തിട്ട് ത്രെഡിൻ്റെ ഒരു എൻഡിൽ കൂടി ഇട്ടിട്ട് അടുത്ത എൻഡ് ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് വലിച്ചെടുക്കണം. അതായത് ബീഡിൻ്റെ ഉള്ളിൽ കൂടി ത്രെഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ വേണം ഇട്ട് കൊടുക്കാൻ. ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബീഡ് വന്നിട്ട് അവിടെ ടൈ ആയിട്ട് നിൽക്കും. ഇനി ഈ ബീഡുമെന്നാണ് നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ബീഡ് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ത്രെഡിൻ്റെ 2 എൻഡിൽ കൂടിയും 2 ഗോൾഡ് ബീഡ് വീതം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ പറയുന്നതോടൊപ്പം വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ 2 സൈഡിലും 2 ബീഡ് വീതം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ബീഡ് ലോക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് ഈ ഒരു ചെയിനിൽ ത്രൂ ഔട്ട് ബീഡ്സ് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മുൻപോട്ടേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസ് പാറ്റേൺ. ഇതുമെന്നാണ് നമ്മൾ ഇനി ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് മുമ്പോട്ടേക്ക് കാണാട്ടോ. ഇപ്പോൾ നമ്മൾ ബീഡ്സ് കംപ്ലീറ്റ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വൈറ്റും ബ്ലാക്കും ഗോൾഡൻ ബീഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്ലവർ പാറ്റേൺ മേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്യുക. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡിൻ്റെ 2 സൈഡിലും 2 ബീഡ് വീതമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ നോക്കണമെങ്കിൽ ഒരു യു ഷേപ്പിൽ മൊത്തം 5 വൈറ്റ് ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ട് 2 ത്രെഡിൻ്റെയും ഉള്ളിലൂടെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അത് അടിയിക്കൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ബീഡിൻ്റെ മോൾ ഭാഗത്തായിട്ട് വന്ന് ഇതേപോലെ നിൽക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഈ ത്രെഡിൻ്റെ എൻഡ് ഭാഗം സെയിം സൈഡിലുള്ള 2 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കുക. ഇപ്പം നമുക്ക് ഏകദേശം ഈ ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടുക. ഇനി ഈ ഒരു ഫ്ലവർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗോൾഡൻ ബീഡ് എടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സൈഡിലും 2 ഗോൾഡൻ ബീഡ് വീതം ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് 4 mm തിക്നെസ്സിൽ വരുന്ന ബ്ലാക്ക് ബീഡാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബ്ലാക്ക് ബീഡ് ഇട്ടിട്ട് നമുക്കതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. ബ്ലാക്ക് ബീഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡിൻ്റെ 2 സൈഡിലും 2 ഗോൾഡൻ ബീഡ് വീതം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേറൊരു ഗോൾഡൻ ബീഡ് എടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ബീഡിന് ചുറ്റും നമ്മൾ ഗോൾഡൻ ബീഡ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബ്രേസ്ലെറ്റിൻ്റെ പാറ്റേൺ. ഈ ഒരു പാറ്റേൺ മാത്രം പഠിച്ചാൽ മതി. ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ത്രൂ ഔട്ട് ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഈ പാറ്റേണിൻ്റെ മുകളിൽ വീണ്ടും ഒരു വൈറ്റ് ഫ്ലവർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത പാറ്റേൺ ചെയ്ത് നമുക്ക് എത്ര ലെങ്ത് വേണം അതുവരെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 9 ഫ്ലോറൽ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ചെയിൻ ഫിനിഷ് ചെയ്യാനായിട്ട് ഏറ്റവും ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഗോൾഡൻ പാറ്റേൺ, അത് ഒന്ന് ചെയ്ത് കൊടുക്കുക. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണക്ടർ ഇട്ട് കൊടുക്കാം. ഇനി കണക്ടറിനെ നമുക്ക് ഇവിടെ ലോക്കാക്കി വെക്കാനായിട്ട് വീണ്ടും ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം ട്യൂബ്സ് യൂസ് ചെയ്യാം. ക്രീം ട്യൂബ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ബീഡ്സ് വെച്ചിട്ടാണ് ലോക്ക് ചെയ്തത്. ബീഡ്സ് വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു 3-4 കെട്ടിട്ട് കൊടുക്കുക. ഇനി ബാലൻസ് വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ജംറിങ്സ് എടുത്തിട്ട് കണക്ടറിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയിന് അറ്റാച്ച് ചെയ്യുക. ഇതുകൊണ്ട് നമുക്ക് ബ്രേസ്ലെറ്റ് മാത്രമല്ല റിങ്സും ഇയറിങ്സും അതേപോലെ തന്നെ ആംഗ്ലെറ്റും നെക്ലസും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ചെയിൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയിൻ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് വലിയ ചെയിനൊന്നും വേണ്ട. ഒരു 10 കണ്ണി അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ചെയിൻ്റെ അറ്റത്ത് ഒരു ജംറിങ്ങിൽ കുറച്ച് വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.